എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ തൃശ്ശൂർ വീട്ടിലെ ആദ്യത്തെ സദ്യയ്ക്കുള്ള ഒരുക്കമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും ഉണ്ണിച്ചേട്ടനും ആശ്ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞല്ലോ. കാരണം നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി അടിച്ചു പൊളിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓണസദ്യ പുറകേ വരുമെന്ന്. അപ്പോൾ വേണ്ട, ഇതാണ് നമ്മുടെ ഓണസദ്യ. അപ്പോൾ അതിരാവിലെ തന്നെ ഓണസദ്യക്കുള്ള പരിപാടികളെല്ലാം തുടങ്ങിയത് കൊണ്ട് 12 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ അടുക്കള അങ്ങ് ക്ലോസ് ചെയ്തു. എല്ലാ പരിപാടികളും തീർത്തായിരുന്നു. തുടക്കത്തിലുള്ള ഒരു അരിയലും പിടിക്കലും ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം മാധവിനെയും കൊണ്ട് ഞാനും സ്നോജിമോനും കൂടി ക്രിക്കറ്റ് അക്കാഡമിയിൽ പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ശക്തൻ മാർക്കറ്റിൽ പോയി കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പായസത്തിനുള്ള ഒരുക്കമായി. ബാക്കി കറികളെല്ലാം ഇവർ ഒതുക്കിയായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് തന്നെ അച്ഛൻ്റെ ഒരു നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അടുക്കളയിൽ അരങ്ങേറി. ഉണ്ണിച്ചേട്ടനും ആശ്ചേച്ചിയും ആ സമയത്ത് വടക്കുന്നാഥലിൽ തൊഴാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഓണസദ്യ ഇവിടെ അതിഗംഭീരമായി അതിനുള്ള പരിപാടികളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പായസം നമുക്ക് അടപ്രഥമനായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, അടപ്രഥമന് തേങ്ങാപ്പാൽ നമുക്ക് വളരെയധികം ആവശ്യമാണ്. ആ തേങ്ങാപ്പാലിനുള്ള പരിപാടികളാണ് ഇവിടെ സ്നോജിമോനും അച്ഛനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേളത്തെ ജനൽ വല്ലതും തുറന്നിട്ടുണ്ടോ? അതിന്റെ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ? ഒന്ന് ലോക്ക് ഇടണേ. അമ്പലപ്പുഴയിലുള്ള നമ്മുടെ ഓണാഘോഷത്തിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് 4 ദിവസം, അതായത് ഉത്രാടം തൊട്ട് ചതയം വരെ നമ്മൾ 4 വീട്ടിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഉത്രാടം ഇന്ദീവരത്ത് പേരപ്പൻ്റെ വീട്ടിലായിരിക്കും, തിരുവോണം നമ്മൾ തറവാട്ടിലായിരിക്കും, അവിട്ടം നമ്മുടെ വീട്ടിലായിരിക്കും, ചതയം അപ്പുച്ചിയുടെ വീട്ടിലായിരിക്കും. അപ്പം എൻ്റെ ഓർമ്മ തൊട്ട് ഇന്ന് വരെ എല്ലാ വർഷവും ഓണം അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഓണം എനിക്കറിയത്തില്ല, എനിക്ക് അമ്പലപ്പുഴയിൽ പോയി ആ ഓണം കൂടാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ തൃശ്ശൂരിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ മാധവനും മീരവിനും ഒക്കെ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയൊക്കെ ഇവർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാധവന് ക്രിക്കറ്റും ചെറുതിന് പിയാനോ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈം കൂടുതൽ നേരമെടുത്ത് ഇവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് മിക്കവാറും ഓണത്തിനുള്ള 1-2 ദിവസം അവധി കൊടുത്തിട്ട് ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് നമുക്ക് മിസ്സാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടും ചിലപ്പം എൻ്റെയും കൂടി ഒരു ഓണസദ്യയും ഓണാഘോഷവും ഒക്കെ ആയിരിക്കും ഈ കാണുന്നത്. അമ്പലപ്പുഴയിൽ പോയി ഓണാഘോഷം കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഓണാഘോഷത്തിൻ്റെ കൂടെ അമ്പലപ്പുഴയിൽ മിക്കവാറും എല്ലാ വർഷവും തന്നെ ഓണക്കളികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ അമ്പലപ്പുഴയിലെ ഓണാഘോഷം ഞാൻ വ്ളോഗായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓണക്കളികളായിട്ടുള്ള സ്പൂൺ നാരങ്ങയും അതുപോലെ തന്നെ കസേരകളിയും വടംവലിയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് ഞങ്ങളവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ ക്ലബ്ബ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ക്ലബിലൊക്കെ പല ഓണക്കളികളൊക്കെ വരും. വൈകുന്നേരങ്ങളിലൊക്കെ ഡാൻസ് കോമ്പറ്റീഷനും പാട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഞാൻ ഈ പരിപാടികൾക്കൊക്കെ കൊണ്ട് പേര് കൊടുക്കും. എന്നിട്ട് മിക്കവാറും രാജൻ കൊച്ചച്ചനോ ഒക്കെ ആയിരിക്കും എന്നെ വൈകുന്നേരം ഈ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ വരുന്നത് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ രാജൻകൊച്ചനായിരിക്കും മിക്കവാറും എന്നെ ഈ ഡാൻസിൻ്റെ കോമ്പറ്റീഷന് കൊണ്ടുപോകുന്നത്. സമ്മാനം ഉറപ്പാണ്. ആ സമയത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു ചിങ്ങമാസം എന്നുള്ളത്. അപ്പം ചിങ്ങമാസം എന്നുള്ളത് ഞാൻ കളിച്ച് എനിക്ക് ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ചാലും അതിൻ്റെ സ്റ്റെപ്പൊക്കെ എനിക്ക് കാണാപ്പാടമായിരുന്നു.
ഡാൻസ് കോമ്പറ്റീഷനും ലളിതഗാന മത്സരത്തിനും അതുപോലെ തന്നെ ചലച്ചിത്രഗാന മത്സരവും ഇതിനൊക്കെ ഞാൻ പേര് കൊടുക്കുമായിരുന്നു, ഇതിനൊക്കെ സമ്മാനവും മേടിക്കുമായിരുന്നു. അപ്പോൾ ഈ ഓണം വരുമ്പം തന്നെ ഈ ഓണാഘോഷ പരിപാടികളും ഒക്കെ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര വൈബായിരുന്നു. അമ്പലപ്പുഴയിലെ ഓണാഘോഷം തൃശ്ശൂരിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ്, ഓണം വരാൻ പോവുകയാണ്. തൃശ്ശൂരിലെ ഓണാഘോഷം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് നോക്കാം. പിന്നെ ഈ ഓണസദ്യ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു മീൻ വറുത്തത് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നിനുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ സദ്യയുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു മീൻ വറുത്തത് കഴിക്കണമെന്ന് തോന്നി. ഞങ്ങൾ അങ്ങ് അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തത് സ്പെഷ്യലാക്കി അങ്ങ് ചേർത്തു, അത്രേ ഉള്ളൂ കേട്ടോ. മുളക് വെച്ച് എല്ലാം ഇട്ടോ ആശേച്ചി? കഴിക്കട്ടെ മുളകൊക്കെ അല്ലേ, പിള്ളേരല്ലേ എല്ലാം കഴിച്ച് പഠിക്കട്ടെ. ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾക്ക് വളരെ നേരത്തെ ഒരുക്കി തന്ന സ്നോജിമോനും കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും അല്ലേ. എങ്ങനെ ക്ലാപ്പ് ചെയ്യും? കഴിച്ചോണ്ടിരിക്കുമല്ലേ? ഓക്കെ ഓക്കെ. അച്ഛൻ കുടിക്കുന്ന ജീരവെള്ളമാണ്. നമ്മുടെ ഓണസദ്യ അതിഗംഭീരമായ സദ്യയായിരുന്നു. എല്ലാ കറികളും ഭയങ്കര ടേസ്റ്റായിരുന്നു. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു, അത് അമ്മയുടെ സ്പെഷ്യലായിരുന്നു. മാമ്പഴ പുളിശ്ശേരി എന്നും അത് അമ്മയുടെ സ്പെഷ്യൽ തന്നെയാണ്. അമ്മ ഉണ്ടാക്കുന്ന ആ മാമ്പഴ പുളിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുമുണ്ട്. സ്നോജുമോന് എന്തായാലും എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോ അതൊരു സ്പെഷ്യലാണെന്നാണ് പുള്ളി പറയുന്നത്. ചിലപ്പോൾ അമ്മയുടെ ഇങ്ങനെ കണ്ട് പഠിച്ച് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സദ്യയിലേക്ക് വരുമ്പോൾ എല്ലാ കറികളും അടിപൊളിയായിരുന്നു. അച്ഛൻ്റെ സ്പെഷ്യലാണ് അച്ഛൻ്റെ അവിയൽ എന്ന് പറയുന്നത്. അവിയലൊക്കെ കിടുക്കാച്ചി അവിയലായിരുന്നു. എല്ലാ കറികളും കേട്ടോ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. പായസത്തിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് മധുര കൂടുതലായിരുന്നു. ഞാൻ മധുരപ്രേമിയാണ്, പക്ഷെ എന്നാൽ പോലും ഒത്തിരി അങ്ങ് മധുരം എനിക്കിഷ്ടമില്ല. പണ്ടൊക്കെ നന്നായി മധുരം കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ മധുരം ഒത്തിരി ഒന്നും കഴിക്കത്തില്ല. പക്ഷെ എന്നാലും പായസമൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും പായസം അടിപൊളിയായിരുന്നു. പായസത്തിൻ്റെ കൂടെ പപ്പടവും പഴവും ഒക്കെ നല്ലപോലെ കുഴച്ചിട്ട് വളരെ ആസ്വദിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിച്ചത്. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എന്തായാലും നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഒരു കുഞ്ഞു ചടങ്ങാണ്. അത് വളരെ ഐശ്വര്യമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി അതെല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചു. എന്തോ അറിയില്ല, ഒരു വല്ലാത്തൊരു സന്തോഷം മനസ്സിന്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം തോന്നിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഓണാശംസകൾ. നിങ്ങളെല്ലാവരും കൂടി ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ മൊമെൻറ്റ്സൊക്കെ നാളത്തെ നമ്മുടെ നല്ല നല്ല ഓർമ്മകളായിരിക്കും. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഈ വീഡിയോ കാണുമ്പം എനിക്ക് എന്തായാലും സന്തോഷം തോന്നും. കാരണം നമ്മൾ കടന്നുപോയ ഓരോ സന്തോഷകരമായ മൊമെൻറ്റ്സും ഇതേപോലെ ക്യാപ്ചർ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഓരോ ബെനിഫിറ്റ്സ് ആണ് അതൊക്കെ. എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അമ്പലപ്പുഴയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്ന ഓണം നമ്മുടെ വ്ളോഗിലുണ്ട്.
അതൊക്കെ ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കാണാറുണ്ട്. കാരണം നമ്മുടെ കസിൻസൊക്കെ എല്ലാവരും ഒന്നിച്ച് കൂടുന്നത് വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആ കഴിഞ്ഞ 2 വർഷത്തെ ഓണത്തിന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ നമുക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലത്തെ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.